ചേട്ടാ, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്, കുട്ടികളൊക്കെ ഉള്ളതാണ്, പ്രായമുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് നമസ്കാരം. ജോളി ഈശോ എന്ന് പറയുന്ന പഴയകാല ഒരു നടിയുണ്ട്. പഴയ നാടക നടിയാണ്. കുറേ സീരിയലുകളിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അമ്മ വേഷം മുതൽ ഇപ്പോഴൊക്കെ അമ്മ വേഷം ചെയ്യുന്നുണ്ട്. പിന്നീട് പണ്ടൊക്കെ ഒരുപാട് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ തുടക്കകാലം തൊട്ട് ഒരുപാട് സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ജോളി ഈശോ എന്ന് പറയുന്ന. ഇപ്പോൾ അഭിനയം അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ കുറച്ച് കഷ്ടതയിലാണ്. അപ്പോൾ അവര് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടിൽ, അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഈ അമ്മയെക്കുറിച്ച് നടക്കുന്ന സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അൻസിബ എന്ന് പറയുന്ന വ്യക്തി എന്തുമാത്രം നന്നായിട്ടാണ് അവിടെ നോക്കിയിരുന്നത്. ഇവർക്ക് അതുവഴി ഈ പറയുന്ന കൈനീട്ടം ഉൾപ്പെടെ ഇവർക്ക് ഏതാണ്ട് 10,000-ഓളം രൂപയ്ക്ക് ഇവർക്ക് മരുന്നുകളൊക്കെ കിട്ടുന്നു. അതൊക്കെ അങ്ങനെ കുറെ പുകഴ്ത്തിയൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ ഇനി ഒരിക്കലും ഈ അമ്മയെ കേട്ടത് അവർക്ക് അതിനുള്ള ഒരു അവകാശവുമില്ല, അതിനുള്ള ഒരു യോഗ്യതയും ലക്ഷ്മിപ്രിയക്കില്ല എന്നൊക്കെ തുറന്നടിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു പാർട്ട് 1-ൽ. പാർട്ട് 2-ൽ ഒരു വിവാദമായ ഒരു പ്രസ്താവന നടത്തിയത് മറ്റൊന്നുമല്ല. അതായത് മോഹൻലാലുമായിട്ട് അഭിനയിച്ചപ്പോൾ സ്ഫടികത്തിൽ മോഹൻലാലുമായിട്ട് അഭിനയിച്ച സമയത്ത് ഞാൻ മാത്രമേ അവിടെ പെണ്ണായിട്ടിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് അനാവശ്യമായ കമന്റുകൾ അടിച്ചു. അതായത് ലാലേട്ടൻ എന്നെ തുടർച്ചയായിട്ട് വന്ന് എനിക്ക് ഒരുമാതിരി എനിക്കത് ഭയങ്കര ടെൻഷനായി. എൻ്റെ ഒരു അനാവശ്യ കമന്റുകൾ അടിച്ചു. അവസാനം പിന്നെ ഒരു പടത്തിന്റെ സെറ്റിൽ വെച്ചിട്ട് ഞാൻ പോയി ലാലേട്ടനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള അനാവശ്യമായ കമന്റുകൾ അടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ സോറി പറഞ്ഞു എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, അതാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആദ്യം നമുക്ക് ഈ പറയുന്ന ജോളി ഈശോ എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം. ഓക്കെ. മോഹൻലാല് ഇങ്ങനെ ഭയങ്കര കമന്റ് പാസ്സാക്കും. ഭയങ്കരമായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് സ്ഫടികം. അന്നൊക്കെ ഞാൻ വളരെ ചെറുപ്പമാണ്. അപ്പൊ ഈ പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കമന്റ് അടിക്കും. അപ്പൊ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. ചെറുപ്പം കൂടിയല്ലേ, നമുക്കൊരു വല്ലാത്തൊരു, ഞാൻ ആകെ നിന്നുകൊണ്ട് വേർക്കും. പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ താനും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചേച്ചിയുടെ കൂടെയൊക്കെ മോഹൻലാൽ ഒത്തിരി പടമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രജ ചെയ്തപ്പോൾ ഞാൻ ലാലേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ജോളി എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ കളിയാക്കും, നിരന്തരം നമ്മൾ കളിയാക്കും. അപ്പോൾ ലാസ്റ്റ് ഇതെടുക്കുകയാണ്. അന്നേരം ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു, വനിതയിലൊക്കെ വന്നു, അത് ഇന്ത്യ ടുഡേയിലൊക്കെ വന്നു. അപ്പം ഞാൻ അതൊന്നും സൂക്ഷിച്ചു വെച്ചില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്നോട് ഇങ്ങനെ ലാലേട്ടൻ ചോദിച്ചു, എന്താ ജോളി, എന്താ പ്രശ്നമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്, കുട്ടികളൊക്കെ ഉള്ളതാണ്, പ്രായമുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കമന്റ് പാസ്സാക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. ഇതാണ് അവർ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. മറ്റൊന്നുമല്ല, സ്ഫടികത്തിൽ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചപ്പോൾ ലാലേട്ടൻ എൻ്റെ അടുത്ത് ബാക്കിൽ വന്ന് പല കമന്റുകളും പാസ്സാക്കുമായിരുന്നു എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള കമന്റാണ് പാസ്സാക്കിയത് എന്ന് അവർ പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ ബോഡി ലാംഗ്വേജും ലാലേട്ടനാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്, എതിർകക്ഷി ലാലേട്ടനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പറയുക, ദ്വയാർത്ഥ പ്രയോഗമായിരിക്കും, ഒരു അശ്ലീല ചുവയോട് കൂടിയുള്ള കമന്റുകളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പരാതി പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്, അല്ലെ ജോളി പിന്നീട് പറയുന്നത്. മറ്റൊന്നുമല്ല, ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്നപ്പോൾ ഞാൻ അപ്പോൾ കല്യാണം കഴിഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞ് എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ട് പോലും എനിക്ക് ആ കമന്റ് കേട്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് തോന്നില്ല, എനിക്കൊരു ടെൻഷനായി, അത് എനിക്കങ്ങനെ നന്നായിട്ട് തോന്നിയില്ല എന്നാണ് ജോളി പറയുന്നത് എന്നുള്ളത്. ഇവര് ഈ സ്ഫടികത്തിൽ ഇവർ അഭിനയിച്ചു എന്നുള്ളതാണ്. ഞാനിങ്ങനെ കയറി തപ്പി ഈ സ്ഫടികത്തിൽ ഇവർ ഏത് റോളാണ് അഭിനയിച്ചത് എന്നുള്ളത്. ആ ഒരു സീന് നമുക്കിവിടെ വെച്ച് തരാമേ. സ്ഫടികത്തിൽ ഈ പറയുന്ന പിന്നെ ജോളി ഈശോ പറയുന്ന അഭിനയിച്ച ആ ഒരു സീന് ഞാനിവിടെ വെച്ച് തരാം. ആട് തോമ, ഇന്നലെ അങ്ങ് മനസ്സിരുത്തിയത് കൊണ്ട് എന്റെ പെങ്ങടെ മനസ്സമ്മത് നന്നായി കൂടാൻ സാധിച്ചു. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങളെ ഉപദ്രവിക്കാൻ വന്ന 1.5 ചക്രം ഗുണ്ടയൊന്നുമല്ല ഞാൻ. നിയമം പഠിച്ച നിങ്ങൾക്ക് സമയത്തിന്റെ വില ഞാൻ പഠിപ്പിച്ചു തരാം. എങ്ങോട്ട് പോകുന്നു? ചേപ്പാട് തറവാട് വരെ ഒന്ന് പോവുക. ഇന്ന് വെൺമണി വിഷ്ണുവിന്റെ സപ്താഹം വായന ആരംഭ. അവിടെ ആർക്കും വായുഗുളിയൊന്നും വാങ്ങിക്കണ്ടല്ലോ. എന്നാ പോണ്ട. സ്ഫടികത്തിലെ ആട് തോമ എന്നാ സീനല്ലേ. നമുക്ക് ഇപ്പോഴും കാണുമ്പോഴും നമ്മുടെ പറയുന്നത്, ഒരു
ഒരു ആവേശമാണ് ആ ഒരു സീന്, മാസ് സീനാണ്. ഇതിനകത്ത് ആ ജഡ്ജ് ശങ്കരാടിയുടെ അടുത്തിരിക്കുന്ന ഭാര്യയായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ജോളി ഈശോ എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു സീനിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓട്ടിച്ച് നോക്കിയപ്പോൾ ഈ ഒരു സീൻ ശങ്കരാടിക്കും 1-2 സീൻ അതിനകത്തുള്ളൂ. അപ്പൊ ഇതിനാണ് ഇവർ അഭിനയിച്ചത്. ഈ അഭിനയിക്കാൻ പോകുന്ന സെറ്റിൽ വെച്ചാണ് എന്ന് പറഞ്ഞ് തന്നോട് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ദ്വയാർത്ഥം അല്ലെങ്കിൽ അശ്ലീല ചോയോടുകൂടി എന്തോ പറഞ്ഞത് എന്ന് പറയുന്നത്. അതിന്റെ ബാക്കിയല്ലേ, അതും കൂടി കേൾക്കാം. ചേട്ടാ, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്, കുട്ടികളൊക്കെ ഉള്ളതാണ്, പ്രായമുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പാസ്സാക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ കുട്ടികൾക്ക് എത്രത്തോളം അത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് ഫ്രീ ആകാതെ അവരെ അങ്ങനെ അങ്ങിട്ട് പറയരുത്. എനിക്ക് അങ്ങനെ ഒരു ആവേശമുണ്ട്. കാരണം ഞാൻ ഒരുമാതിരിപ്പെട്ട ഒന്നും അങ്ങനെ കുലുങ്ങുന്ന കൂട്ടത്തിലല്ല. എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നമില്ല, പുതിയൊരാളാന്നുള്ള പേടിയൊന്നുമില്ല. പക്ഷെ എന്നിട്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഒരു പുതിയ കുട്ടിയുടെ അടുത്ത് അങ്ങനെ പറയരുത്. അവർ കുറച്ചൊന്നായതിനു ശേഷം അതൊന്ന് അയ്യോ ജോളി സോറി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു, അല്ലാണ്ട് ആരും നമ്മളുടെ അടുത്ത് ഒരു മര്യാദ ഇല്ലാത്ത രീതി പെരുമാറുവോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ എവിടെ ചെന്നാലും എനിക്ക് വേണ്ട ഒരു സീറ്റ് തരാറുണ്ട്. ലാസ്റ്റ് പറഞ്ഞൊരു വാക്കാണ്, അല്ലാതെ ആരും എൻ്റെ അടുത്ത് മര്യാദകേടായിട്ട് പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ്. അതിനർത്ഥം മോഹൻലാൽ അവിടെ മര്യാദകേടായിട്ട് പെരുമാറി എന്നുള്ളതാണ് ജോളി പിന്നെ ഈശോ പറയുന്നത്. അതായത് ഞാനൊരു കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായിട്ട് പോലും എനിക്കത് ഞാൻ ഭയങ്കര ആ ഒരു കമന്റ് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര അപ്സെറ്റായി. അപ്പൊ തന്നെ ഈ പുതിയ വരുന്ന കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെന്തുമാത്രം അപ്സെറ്റ് ആവും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും പറയരുത്. അതുമല്ല ഒരാളുമായിട്ട് കൂടുതൽ ഇടപഴകാതെ കൂടുതൽ അടുക്കാതെ ഇങ്ങനെയുള്ള കമന്റുകൾ, ന്യൂ കമേഴ്സിന്റെ അടുത്ത് ഇങ്ങനെയുള്ള കമന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മോശം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ലാലേട്ടൻ എന്തോ ദ്വയാർത്ഥ പ്രയോഗമുള്ള എന്തോ കമന്റ് അടിച്ചു, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതാണ്. സത്യം പറഞ്ഞാൽ ഇവരത് ജെന്യൂനായിട്ട് തുറന്നു പറഞ്ഞതാണ്. ഈ ഒരു അവരുടെ ബോഡി ലാംഗ്വേജ് ഇവർ പറയുന്ന രീതിയെ കാണുമ്പോൾ സത്യം നടന്ന സംഭവം തന്നെയാണ്. ലാലേട്ടൻ പൊതുവെ ഈ പറയുന്ന വളരെ ജോളി ആയിട്ടുള്ള ഒരാളാണ്. പുള്ളി ഇതുപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഈ പറയുന്ന അത് ആണുങ്ങളടുത്ത്, പെണ്ണുങ്ങളടുത്ത് മാത്രമല്ല ആണുങ്ങളടുത്ത് പല നമ്മൾ ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. ആണുങ്ങൾ തന്നെ ഈ പുള്ളി എപ്പോഴും ഒരു തമാശക്കാരനാണ്. എപ്പോഴും ഈ പറയുന്ന ഒരു ലൈംഗിക ചോയോടുകൂടിയ അല്ലെങ്കിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗം നമ്മൾ സ്റ്റേജിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിലുള്ള ഡബിൾ മീനിങ് ഉള്ള ജോക്ക് അടിക്കുക എന്നുള്ളത് ലാലേട്ടന്റെ ഒരു ഹോബിയാണ് എന്നുള്ളതാണ്. അപ്പം ഇവരുടെ അടുത്ത് അത് അടിച്ചപ്പോൾ ഇവർക്കത് ഇഷ്ടപ്പെട്ടില്ല, ഇവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോഴൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ആ സ്ഫടികത്തിൽ ഒരു സീൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം പ്രജ എന്ന് പറയുന്ന കുറെ വർഷങ്ങൾക്ക് ശേഷം പ്രജ എന്ന് പറയുന്ന സിനിമ ഇവർ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ ഇത് ഓർമ്മിച്ച് വെച്ച് അപ്പോഴും വന്ന് ലാലേട്ടനോട് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ആ സമയത്ത് ലാലേട്ടൻ അതേ സെൻസിലെടുത്ത് ഓക്കെ ജോളി ഞാൻ ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുള്ള ഒരു സാധനമാണ്. പക്ഷെ അവർ ടുവേർഡ്സ് എൻഡിൽ പറയുന്നത്, ഇതിന്റെ ലാസ്റ്റ് പറയുന്നത്, അതിന് അല്ലാതെ വേറെ ഒരു മോശപ്പെട്ട അനുഭവവും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് എന്തോ ഒരു മോശപ്പെട്ട അനുഭവമാണ് എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ കമന്റ് ബോക്സ്, അതായത് ഈ പറയുന്ന ഈ ഒരു ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സിൽ മൊത്തം നീ ആരുടെ നീ ആര്, നിന്റെ മോഹൻലാലിന്റെ അമ്മയുടെ അത്ര പ്രായമില്ല, മറ്റേതാണ് മോഹൻലാലിന് ഇവരെയും കാട്ടി പ്രായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ കമന്റ് ഒക്കെ അനാവശ്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. അവർക്ക് അപ്പോഴുണ്ടായ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നടന്നൊരു കേസ് അല്ലെങ്കിൽ ലാലേട്ടനുമായി ചുറ്റിപ്പറ്റിയിരിക്കുമ്പോൾ അവർക്കത് പറയണമെന്ന് തോന്നി, അങ്ങ് പറഞ്ഞു. ലാലേട്ടൻ അതിന്റെ ആ രീതിയിൽ എടുത്തു എന്നുള്ളതാണ് ഇവിടെ ഒരു വിവാദം. അവർക്ക് ലാലേട്ടൻ കമന്റ് അടിച്ചു. ഇപ്പം ആ ഒരു ഫീൽഡ് ആകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള പല കമന്റുകളും കാര്യം. ഇതൊക്കെ നമ്മളൊരു ചെറിയ കാര്യങ്ങളൊക്കെ ഇതും അവരൊരു പരാതിയായിട്ട് പറഞ്ഞതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നടന്ന ഒരു ഇൻസിഡന്റ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയിലെടുത്ത ഒരു സാധനം, അത് ലാലേട്ടനാണ് എതിർഭാഗത്ത് നിൽക്കുന്ന പറയുമ്പോൾ അത് കുറച്ചും കൂടി ഓർമ്മിച്ച് വെക്കും. മറ്റുള്ളവർ ഒരുപാട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവരൊക്കെ മറക്കും. അപ്പൊ ഇതുപോലുള്ള ലാലേട്ടനെ പോലെ ആൾക്കാർ ആരെങ്കിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു വിഷയമായിട്ട് എടുക്കാനൊന്നുമില്ല. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവർ വന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്സെറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്തോ അല്ലെങ്കിൽ പൊതുവായിട്ട് വരുന്ന ന്യൂ കമ്മീഷൻ അടുത്ത് അങ്ങനെ പറയില്ല. ലാലേട്ടൻ അതെടുത്തു, അതായിട്ട് ശരി ഓക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തീരുന്ന സംഭവം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ കമന്റ് ബോക്സിൽ ഇവരെ കുറേ ഈ പറയുന്ന ആക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരുന്നു. അതിന്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ മൊസ്റ്റ കമന്റ് നമുക്ക് കാണാം. ജയ് ഹിന്ദ്.